हमारे संविधान के प्रति മെയ് 26 ഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനായി തയ്യാറെടുക്കുകയായിരുന്നു. 10,000-കണക്കിന് ആളുകൾ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ രാഷ്ട്രപതി ഭവന്റെ മുറ്റത്ത് തടിച്ചുകൂടി. സാധാരണയായി പ്രധാനമന്ത്രിമാർ രാഷ്ട്രപതി ഭവന്റെ അശോക ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്നാൽ മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവന്റെ അതിവിശാലമായ മുറ്റത്തേക്കാണ് മാറ്റിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു അത്. കഴിഞ്ഞ 30 വർഷത്തിനിടെ ആദ്യമായി ഒരു ഒറ്റ പാർട്ടിക്ക് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചു. മോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയ ഈ ചരിത്ര വിജയം ഒരു പുതിയ പ്രതീക്ഷയും മാറ്റത്തിനായുള്ള ആഗ്രഹവും രാജ്യത്തിന് നൽകി. नरेंद्र दामोदर दास मोदी, मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള സാർക്ക് രാജ്യങ്ങളിലെ നേതാക്കൾ ചടങ്ങിനെത്തി. ഇത് മോദി സർക്കാരിന്റെ വിദേശ നയത്തിലെ ഒരു പുതിയ സമീപനത്തിന്റെ സൂചനയായിരുന്നു. ഒരു സാധാരണ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ഒരു രാജ്യാന്തര നയതന്ത്ര വേദിയാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം. വൈകുന്നേരം 6 മണിയോടെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സാന്നിധ്യത്തിൽ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചൊല്ലി. മുദ്രാവാക്യങ്ങളും ആർപ്പുവിളികളും ആകാശത്തേക്ക് ഉയർന്നു. അധികാരത്തിന്റെ ആ നാടകീയ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലും ഒരു പുതിയ പ്രതീക്ഷയുടെ തിരിതെളിഞ്ഞു. ഒരു സാധാരണ ചായക്കടക്കാരൻ, ഗുജറാത്ത് മുഖ്യമന്ത്രി, ഒടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഈ യാത്ര ഒരു സാധാരണക്കാരന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു. അത് ഒരു പുതിയ ഇന്ത്യയുടെ തുടക്കവും കൂടിയായിരുന്നു. 1950 സെപ്റ്റംബർ 17 വടക്കൻ ഗുജറാത്തിലെ വാത്നഗറിലെ ഒരു കൊച്ചുപട്ടണത്തിൽ ദാമോദർദാസ് മൂൽചന്ദ് മോദിയുടെയും ഹീരാബെൻ മോദിയുടെയും മകനായി ജനിച്ച നരേന്ദ്രമോദി ഒരു കുഞ്ഞു ബാലനായിരിക്കെ തന്നെ തന്റെ പിതാവിന്റെ കടയിൽ സഹായത്തിനെത്തുമായിരുന്നു. പാചകത്തിനാവശ്യമായിരുന്ന എണ്ണ ഉത്പാദിപ്പിച്ച് വിൽക്കുന്ന ഗഞ്ചി സമുദായത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു മോദിയുടെ കുടുംബം. ചായ വിൽക്കുകയും പാചകത്തിനാവശ്യമായ എണ്ണ വിൽക്കുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ അച്ഛന്റെ കടയിൽ സമയം ചെലവിട്ടിരുന്ന മോദി 8ാമത്തെ വയസ്സിൽ തന്നെ വീടിനടുത്തുള്ള RSS കാര്യാലയത്തിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ലൗകിക സുഖങ്ങൾ വെടിയാനുള്ള പ്രചോദനം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നതും ഇവിടെ നിന്നാണ്. ഹെഡ്ഗേവാറിന് പിന്നാലെ RSS എന്ന പ്രസ്ഥാനത്തിന്റെ സെക്കൻഡ് ഇൻ കമാൻഡായി പ്രവർത്തിച്ച ഗുരുജി MS ഗോൾവാൾക്കർ കാട്ടിത്തന്ന വഴിയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. സ്വാമി വിവേകാനന്ദന് ശേഷം തന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി കൂടിയായിരുന്നു ഗോൾവാൾക്കർ എന്ന് ഗുജറാത്തിയിൽ എഴുതിയ തന്റെ പുസ്തകമായ ജ്യോതി പുഞ്ചിൽ മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച കൊൽക്കത്തയിലെ രാമകൃഷ്ണ മിഷൻ ആസ്ഥാനമായ ബേലൂർ മഠത്തിൽ ദീർഘകാലം ഒരു അന്തേവാസിയായിരുന്ന നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ അൽമോറ പട്ടണത്തിലും രാമകൃഷ്ണ മിഷൻ ആശ്രമത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. ഇവിടെ നിന്നുമാണ് അദ്ദേഹം ഹിമാലയത്തിലേക്കുള്ള തന്റെ യാത്ര ആരംഭിക്കുന്നത്. ഹിമാലയത്തിൽ ഒരു ഏകാന്ത പതികനെ പോലെ അലഞ്ഞ തനിക്കുണ്ടായ ആത്മീയ അനുഭവങ്ങൾ പോലെ തന്നെ ശക്തമായിരുന്നു രാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിനുള്ള അദമ്യമായ അഭിലാഷവുമെന്ന് മോദി പറയുന്നുണ്ട്. തന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രസേവനം എന്നത് ആത്മീയതയോളം പരിപാവനമാണെന്നും രണ്ടും വേർതിരിച്ചു കാണാനാകാത്തതാണെന്നും മോദി അടിവരയിടുന്നു. 1960കളിലാണ് നരേന്ദ്രമോദി RSSന്റെ മുഴുവൻ സമയ അംഗമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. അഹമ്മദാബാദിലെ മണിനഗറിലുള്ള ഹെഡ്ഗേവാർ ഭവനിൽ താമസിച്ച് പ്രവർത്തനം ആരംഭിച്ച മോദി ഗുജറാത്ത് അഹമ്മദാബാദ് പ്രദേശങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന പ്രാന്തപ്രമുഖ് ലക്ഷ്മൺ റാവു ഇനാംദാറിന്റെ സഹായിയായിരുന്നു. അഭിഭാഷക വൃത്തിയിൽ നിന്നും വിരമിച്ച് സ്വയം സേവകനായി ഇറങ്ങിത്തിരിച്ച ഇനാംദാറിന്റെ മാനസപുത്രനായിരുന്നു മോദി. 1972ലാണ് നരേന്ദ്രമോദി ആദ്യമായി RSS പ്രചാരകനാകുന്നത്. തൊട്ടടുത്ത വർഷം അഴിമതിക്കെതിരെ ഗുജറാത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നവനിർമ്മാൺ പ്രതിഷേധ സമരങ്ങൾക്ക് മോദി നേതൃത്വം നൽകി. RSSന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമായ ABVPയുടെ പ്രാദേശിക ഘടകത്തിന്റെ ചുമതല അദ്ദേഹത്തിന് ലഭിച്ചതും ഇക്കാലത്തായിരുന്നു. 1975ലെ അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി RSS പ്രവർത്തകർക്കൊപ്പം നരേന്ദ്രമോദിയും ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒളിവിൽ കഴിയവേ സർക്കാരിനെതിരായ ലഘുലേഖകൾ വിതരണം ചെയ്യൽ, ജയിലിൽ കഴിയുന്ന RSS പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും സഹായം എത്തിച്ചു നൽകൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ അക്കാലത്ത് ഒളിവിൽ കഴിയുകയോ അടിയന്തരാവസ്ഥയുടെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുകയോ ചെയ്തിരുന്ന വ്യക്തികളിൽ നിന്നും പുസ്തകരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ചുമതലയും RSS അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇക്കാലയളവിലാണ് അദ്ദേഹം രാജ്യമൊട്ടാകെ സഞ്ചരിച്ച് ജനസംഘത്തിന്റെ ഭാഗമായ നിരവധി ആളുകളെ കണ്ടുമുട്ടിയത്. അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും അധികം നിയമ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ജനസംഘ്. 1978-ൽ RSS വിഭാഗ് പ്രചാരക് എന്ന നിലയിലും പിന്നീട് സംഭാഗ് പ്രചാരക് എന്ന നിലയിലും ഗുജറാത്തിലെ സൂറത്ത്, ബറോഡ എന്നിവിടങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. 1981-ൽ ഗുജറാത്തിൽ ഭാരതീയ കിസാൻ സംഘ്, ABVP, VHP എന്നിങ്ങനെയുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ച് RSSന്റെ ഗുജറാത്തിലെ മുഖ്യ സംഘാടകനും പ്രാന്തപ്രചാരകനും എന്ന നിലയിലേക്കും വളരാൻ അദ്ദേഹത്തിന് സാധിച്ചു.
ഗുജറാത്തിലെ RSSന്റെ മുഖ്യ സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹം സംഘടിപ്പിച്ച യാത്രകൾ വലിയ വിജയമായിരുന്നു. സംഘാടകൻ എന്ന നിലയിലുള്ള മോദിയുടെ പ്രവർത്തന മികവ് പിൽക്കാലത്ത് മുതിർന്ന BJP നേതാക്കളുടെ അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങി. 1986-ൽ LK അദ്വാനി BJP പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ മോദിയുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കപ്പെട്ടു. 1987-ൽ ഓർഗനൈസേഷൻ സെക്രട്ടറി അഥവാ സംഘദാൻ മന്ത്രി എന്ന നിലയിലാണ് നരേന്ദ്രമോദി BJPയിലേക്ക് പ്രവേശിച്ചത്. ഗുജറാത്തിലെ BJPയുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ചുമതല വഹിച്ചിരുന്നത് മോദിയാണ്. ജനസംഘം BJPയായി പരിണമിക്കുന്നതിന് മുൻപ് പാർട്ടിയുടെ സ്ഥാപകൻ ദീൻദയാൽ ഉപാധ്യായയുടെ കാലം മുതൽക്ക് ജനറൽ സെക്രട്ടറിമാരാണ് പാർട്ടിയുടെ നെടുന്തൂണായി പ്രവർത്തിച്ചിരുന്നത്. LK അദ്വാനിയുടെ രഥയാത്ര ആരംഭിച്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം മുതൽ സംസ്ഥാനത്തുടനീളം പ്രാന്തപ്രചാരകൻ എന്ന നിലയ്ക്കുള്ള മോദിയുടെ സംഘടനാ മികവ് പ്രകടമായിരുന്നു. പിന്നീട് മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗറിലേക്ക് നടത്തിയ ഏകതാ യാത്രയിലൂടെയാണ് ദേശീയ തലത്തിലുള്ള മോദിയുടെ സംഘടനാ മികവും പ്രകടമായത്. യാത്രയിലുടനീളം മുരളി മനോഹർ ജോഷിയെ അനുഗമിക്കുക മാത്രമായിരുന്നില്ല, മറിച്ച് യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും മോദി ചെയ്തിരുന്നു. RSSന്റെ പതിവ് പ്രവർത്തന ശൈലിയിൽ നിന്നും വ്യതിചലിച്ച് ജനമധ്യത്തിലേക്ക് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഇറങ്ങിച്ചെന്നുള്ള മോദിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ സംഘടനയ്ക്കുള്ളിൽ നിന്നും പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ ഈ സമയത്ത് താനൊരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലാതിരുന്നിട്ടുകൂടിയും RSSന്റെ പതിവ് പ്രവർത്തന ശൈലിയിൽ നിന്നും വ്യതിചലിച്ച് കൂടുതൽ ജനകീയമായി ഒരു രാഷ്ട്രീയക്കാരനെ പോലെ പ്രവർത്തിക്കാനാണ് മോദി ശ്രമിച്ചത്. ഗുജറാത്തിലെ BJPയുടെ സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാനത്തുടനീളം പാർട്ടിയുടെ വോട്ടുകൾ ശക്തമാക്കുന്നതിനും ഇതിലൂടെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും വില്ലേജ് കൗൺസിലുകളിലേക്കും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ പോലും വിജയം ഉറപ്പാക്കുന്നതിനും മോദിയുടെ നേതൃപാടവത്തിന് സാധിച്ചു. 1947-ലെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺഗ്രസ് ഒരിക്കൽ പോലും തോൽവി എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത പ്രദേശങ്ങളിലായിരുന്നു BJPയുടെ ഈ വിജയം. 1995-ൽ ഗുജറാത്ത് നിയമസഭയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ഇത്തരത്തിൽ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ വിജയം ഉറപ്പാക്കാൻ BJPക്ക് സാധിച്ചു. മുതിർന്ന BJP നേതാവ് കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹത്തിന്റെ വലം കൈയായി പ്രവർത്തിച്ച നരേന്ദ്രമോദി സൂപ്പർ ചീഫ് മിനിസ്റ്റർ എന്ന ആലങ്കാരിക പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. മന്ത്രിതല ചർച്ചകളിലും മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഉന്നതതല യോഗങ്ങളിൽ പോലും മുഖ്യമന്ത്രിക്കൊപ്പം മോദിയും പങ്കെടുക്കുന്നത് അക്കാലത്തൊരു സാധാരണ സംഭവമായിരുന്നു. ഇത്തരത്തിൽ ഗുജറാത്തിൽ BJPയെ പലവിധത്തിലും ശക്തിപ്പെടുത്താൻ മോദിക്ക് സാധിച്ചിരുന്നെങ്കിലും മോദിയുടെ അപ്രമാദിത്വം പാർട്ടിക്കുള്ളിൽ അക്കാലത്ത് വിള്ളലുകൾ സൃഷ്ടിക്കുന്നതിനും കാരണമായി. കേശുഭായ് പട്ടേലിന്റെ പ്രധാന എതിരാളിയായ ശങ്കർ സിംഗ് വഗേലയുടെ ഭാഗത്തു നിന്നുമാണ് നരേന്ദ്രമോദി ഏറ്റവും അധികം എതിർപ്പുകളും വെല്ലുവിളികളും അക്കാലത്ത് നേരിട്ടത്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിച്ചിട്ടും തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വഗേല രാജിവെച്ചു. വഗേലയുടെ മറ്റ് അനുയായികളും പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ചേക്കേറാതെ മോദി പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതിൽ അസ്വസ്ഥനായിരുന്ന വഗേല തന്റെ വിശ്വസ്തരായ 40-ലധികം BJP നേതാക്കളെയും കൊണ്ട് നടത്തിയ വിമത മുന്നേറ്റത്തിൽ സർക്കാർ നിലംപൊത്തി. കോൺഗ്രസിന്റെ പിന്തുണയോടെ വഗേല പിന്നീട് മുഖ്യമന്ത്രിയുമായി. ഈ സംഭവം മോദിയെ ഗുജറാത്തിൽ നിന്നും ഇളക്കി പ്രതിഷ്ഠിക്കുന്നതിന് RSS നേതൃത്വത്തെ നിർബന്ധിതരാക്കി. 1995-ൽ ഹിമാചൽ പ്രദേശിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ RSS നേതൃത്വം മോദിയെ ഡൽഹിയിലേക്ക് നിയോഗിച്ചു. പിന്നീട് 1998-ൽ LK അദ്വാനി BJP പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറിയായി മോദി ഉയർത്തപ്പെട്ടു. പഞ്ചാബ്, ഹരിയാന, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലയ്ക്കൊപ്പം BJPയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ ചുമതലയും അക്കാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അഴിമതി ആരോപണങ്ങളെയും ഭരണപരമായ അസ്ഥിരതയെയും തുടർന്ന് ഗുജറാത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കലങ്ങിമറിഞ്ഞുകൊണ്ടിരുന്ന ഇക്കാലത്ത് കേശുഭായ് പട്ടേൽ രണ്ടാമത് വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയിരുന്നെങ്കിലും 2001 ആയപ്പോഴേക്കും മോശം ഭരണം, അഴിമതി ആരോപണങ്ങൾ എന്നിവ കാരണം അദ്ദേഹത്തിന്റെ സർക്കാർ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗുജറാത്തിലെ BJPയുടെ സ്വാധീനം നഷ്ടമാകാതിരിക്കാൻ അടൽ ബിഹാരി വാജ്പേയിയുടെയും LK അദ്വാനിയുടെയും കീഴിൽ BJP കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നത്. തുടക്കത്തിൽ വാജ്പേയിയുടെ ഈ നിർദ്ദേശത്തോട് മോദി എതിർത്തിരുന്നെങ്കിലും പിന്നീട് വഴങ്ങി. അങ്ങനെ 2001 ഒക്ടോബറിലാണ് BJP കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കേണ്ടത് അത്യാവശ്യമായിരുന്ന സാഹചര്യത്തിൽ രാജ്കോട്ടിൽ നിന്ന് മോദിയെ മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. 2002 ഫെബ്രുവരി 25-ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അശ്വിൻ മേധയെ 14,728 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിയാണ് മോദി അധികാരത്തിലേറിയത്. മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത 3 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് 2002 ഫെബ്രുവരി 27-ന് കിഴക്കൻ ഗുജറാത്തിലെ ഗോദ്രയിൽ 25 സ്ത്രീകളും 14 കുട്ടികളും ഉൾപ്പെടെ 59 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. ഇതിനെ തുടർന്ന് അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സംഭവസ്ഥലം സന്ദർശിച്ച നരേന്ദ്രമോദി ഗോദ്ര കലാപം ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള കരുതിക്കൂട്ടിയുള്ള അക്രമമാണെന്ന് പ്രസ്താവിക്കുകയുമുണ്ടായി. തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 28-ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ നടന്ന ബന്ദിന്റെ ഭാഗമായി അഹമ്മദാബാദിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഗുൽബർഗ സൊസൈറ്റിയിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് ഉണ്ടായത്. മുസ്ലിം MP എഹ്സാൻ ജഫ്രി താമസിച്ചിരുന്ന പ്രദേശമായിരുന്നു അത്. കലാപകാരികളുടെ പ്രധാന ലക്ഷ്യവും അദ്ദേഹമായിരുന്നു. രാജ്കോട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അന്ന് നടന്ന അക്രമത്തിൽ എഹ്സാൻ ജാഫ്രിയും അദ്ദേഹത്തിന്റെ 3 സഹോദരങ്ങളും ഉൾപ്പെടെ 69 പേരാണ് കൊല്ലപ്പെട്ടത്. അഹമ്മദാബാദിലും ഗോദ്രയിലുമാണ് ഏറ്റവും അധികം പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. ഗുജറാത്തിലെ 26 നഗരങ്ങളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നു.
കലാപം നിയന്ത്രണത്തിന് അതീതമായി വളർന്നതിനെ തുടർന്നും കലാപത്തെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതിന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തും BJP ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുമ്പാകെ 2002 ഏപ്രിൽ 12-ന് മോദി രാജി സമർപ്പിച്ചിരുന്നു. എന്നാൽ അന്നത്തെ BJP പ്രസിഡന്റ് ജനാ കൃഷ്ണമൂർത്തി രാജിവെക്കാനുള്ള മോദിയുടെ തീരുമാനത്തെ എതിർത്തു. കലാപം മാസങ്ങളോളം തുടരുകയും BJP NDA സഖ്യകക്ഷികളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്ന പശ്ചാത്തലത്തിലാണ് മോദി രാജ്യസന്നദ്ധത അറിയിച്ചതെങ്കിലും പാർട്ടിക്കുള്ളിൽ മോദിക്ക് ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. അന്നത്തെ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന BJP നേതാവ് ശാന്തകുമാർ, പ്രധാനമന്ത്രി വാജ്പേയി എന്നിവർ പോലും ഗുജറാത്ത് കലാപത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയിരുന്നതിൽ നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിച്ചിരുന്നു. എന്നാൽ ഗുജറാത്ത് കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ ഇന്റർസ്റ്റേറ്റ് ഇന്റലിജൻസ് ആണെന്ന് വരെയുള്ള വാദങ്ങൾ നിരത്തിയാണ് ജനാ കൃഷ്ണമൂർത്തിയും പാർട്ടി നേതാക്കളും മോദിയെ പ്രതിരോധിച്ചത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായാകും ഒരു മുഖ്യമന്ത്രിയുടെ വ്യക്തിപ്രഭാവത്തിന് മുൻപിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ പോലും പാർട്ടി മുഖവിലക്കെടുക്കാതിരുന്ന സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ ഗുജറാത്ത് കലാപത്തെ തുടർന്ന് കോട്ടം തട്ടിയ തന്റെ പ്രതിച്ഛായ തിരികെ വാർത്തെടുക്കാൻ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ മോദി 2002 ജൂലൈ 19-ന് മന്ത്രിസഭ പിരിച്ചുവിട്ടു. അതിനോടകം ഗുജറാത്തിലെ ജനങ്ങൾക്ക് ഹിന്ദു ഹൃദയ സാമ്രാട്ടായി മാറിക്കഴിഞ്ഞിരുന്ന മോദിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. ഗോദ്ര സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ കൂട്ടമായി പരിശ്രമിക്കുന്നുണ്ട്. ഇവർ ഗുജറാത്തികളെ ലോകത്തിന് മുൻപിൽ മാനഭംഗക്കാരായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു. 5 കോടി ഗുജറാത്തികളുടെ അഭിമാനത്തെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ വീണ്ടും ജനവിധി നേരിടാൻ ഒരുങ്ങുകയാണ് ഈ സർക്കാർ. തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും കൂടുതൽ ഉത്സാഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിക്കാനാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്നത്. ഗുജറാത്തിനെ ലോകത്തിന് മുൻപിൽ മോശക്കാരായി ചിത്രീകരിച്ചവർക്ക് തക്കതായ മറുപടി നൽകാൻ ഗുജറാത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഗുജറാത്തിലെ 5 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് മുൻപിൽ ഞാനൊരു രാജി സമർപ്പിക്കുന്നു. ഇതായിരുന്നു മോദിയുടെ പ്രസംഗം. ગામે ગામ જાણે બધા લોકોને ખૂટી બાળતા હતા, ગામે ગામ લોકોના માથા વાળતા હતા. એટલી હદે આપણા ગુજરાતને બદનામ કરી મૂક્યો. એ બધાને જવાબ આપ્યો છે આ ગુજરાત ગૌરવ યાત્રાએ. പിന്നീട് അദ്വാനിയുടെ രഥയാത്രയ്ക്ക് സമാനമായി ഗുജറാത്തിന്റെ മങ്ങലേറ്റ പ്രതാപത്തെ വീണ്ടെടുക്കാൻ മോദി സംസ്ഥാനം ഒട്ടാകെ നടത്തിയ യാത്രയായിരുന്നു ഗൗരവ് യാത്ര. യാത്രയിലുടനീളം ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന നിലയിലാണ് മോദിയെ ജനങ്ങൾ അഭിസംബോധന ചെയ്തത്. ഇതിനു മുൻപ് ശിവസേനാ നേതാവ് ബാൽ താക്കറേക്ക് ലഭിച്ചിരുന്ന പട്ടമായിരുന്നു അത്. യാത്രയിലുടനീളം ഹിന്ദുക്കളുടെ സ്വത്തു രാഷ്ട്രീയത്തിന് മുസ്ലിംകൾ ഉയർത്തുന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് മോദി സംസാരിച്ചത്. മുസ്ലിം സമുദായത്തിനെതിരെ അപകീർത്തികരമായ പല പരാമർശങ്ങളും അദ്ദേഹം നടത്തി. അതിലൊന്നായിരുന്നു ഹം 5 ഹമാരെ 25 എന്നുള്ള മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യാ വളർച്ചയെ പരിഹസിച്ചുള്ള പരാമർശം. സംസ്ഥാനത്തുടനീളമായി 4200 കിലോമീറ്ററാണ് മോദി ഗൗരവ് യാത്രയിലൂടെ പിന്നിട്ടത്. ഗുജറാത്തിലെ 146 നിയമസഭാ മണ്ഡലങ്ങളിലായി 400 റാലികളാണ് മോദി നടത്തിയത്. 1998-ൽ BJP ഗുജറാത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയത് 117 സീറ്റുകളായിരുന്നെങ്കിൽ ഇത്തവണ BJP സ്വന്തമാക്കിയത് 126 സീറ്റുകളാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം നേതൃപാടവത്തിന് പ്രതിബിംബം സൃഷ്ടിക്കുന്നതിൽ വളരെയധികം വിശേഷ നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി. വൈബ്രന്റ് ഗുജറാത്ത് എന്ന പ്രമേയത്തിൽ ഗുജറാത്ത് എന്ന സംസ്ഥാനം എത്രത്തോളം വ്യവസായ സൗഹൃദമാണെന്ന് തെളിയിക്കുന്നതിന് മോദിയുടെ നേതൃത്വത്തിൽ 2004-ലെ നവരാത്രി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ വൈബ്രന്റ് ഗുജറാത്ത് ബിസിനസ് മേള ഉൾപ്പെടെ 2003-4 കാലയളവിൽ 20-ലധികം വൈബ്രന്റ് ഗുജറാത്ത് പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഗുജറാത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തികളും സാധ്യതകളും വിളിച്ചോതുന്നതായിരുന്നു ഈ പരിപാടികൾ. ഹിന്ദു ആചാരങ്ങളെ ഗുജറാത്തിന്റെ വികസനവും വളർച്ചയുമായി സംയോജിപ്പിച്ച് ഒരു മോദി ബ്രാൻഡ് വികസിപ്പിച്ചെടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. സംസ്ഥാനത്തുടനീളം വലിയ കട്ടൗട്ടുകൾ സ്ഥാപിച്ചതിലൂടെയും ക്ഷേമ പദ്ധതികൾ സ്വന്തം ബ്രാൻഡിങ്ങിലൂടെ പുറത്തിറക്കിയതിലൂടെ ഒരു ഡെമിഗോഡ് പരിവേഷം അഥവാ അർദ്ധദൈവികമായൊരു ഓറ സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. പ്രധാനമന്ത്രിയായതിനെ തുടർന്ന് PM ഉജ്ജ്വല, PM ആവാസ്, PM കിസാൻ എന്നിങ്ങനെ എല്ലാ ക്ഷേമ പദ്ധതികളും PM ബ്രാൻഡിങ്ങോടെ പുറത്തിറങ്ങുന്നതിലും അദ്ദേഹം ശ്രദ്ധിച്ചു. ഗ്യാസ് സിലിണ്ടറുകളിലും ടോയ്ലറ്റുകളിലും ബാങ്ക് പാസ്ബുക്കുകളിലും ഉൾപ്പെടെ മോദിയുടെ ചിത്രം ചേർത്ത് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിധത്തിലൊരു മനോവിദ്യ സൃഷ്ടിക്കാൻ മോദിയുടെ ഈ ഇമേജ് ബിൽഡിംഗ് തന്ത്രങ്ങൾ വിജയിച്ചു. ഇതിനു പുറമെ മോദിയുടെ ബ്രാൻഡ് ബിൽഡിംഗിൽ ഒരു പ്രധാന പങ്കുവഹിച്ച അന്താരാഷ്ട്ര PR ഏജൻസിയാണ് ആപ്കോ അഥവാ അസോസിയേഷൻ ഓഫ് പബ്ലിക് സേഫ്റ്റി കമ്മ്യൂണിക്കേഷൻസ് ഒഫീഷ്യൽസ് ഇന്റർനാഷണൽ. 2002 കലാപങ്ങൾക്ക് ശേഷമുള്ള മോദിയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ മോശമായിരുന്നു. അമേരിക്ക, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ നിന്നും വിസ നിരസിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. കലാപങ്ങൾക്ക് ഉത്തരവാദി എന്ന വിധത്തിൽ മോദി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ടു. ഇതിനെ മറികടക്കാനായി പ്രതിമാസം $25,000 ഫീസ് വാങ്ങിയാണ് ആപ്കോ മോദിക്ക് വേണ്ടി ഈ PR ദൗത്യം ഏറ്റെടുത്തത്. വൈബ്രന്റ് ഗുജറാത്ത് പരിപാടികളിലൂടെ മോദിയെ CEO ഓഫ് ഗുജറാത്ത് എന്ന നിലയിലും ഗ്ലോബൽ ലീഡർ എന്ന നിലയിലും പ്രതിഷ്ഠിക്കുന്നതിൽ വലിയൊരളവിൽ ഈ PR ദൗത്യങ്ങൾ വിജയിച്ചു. ഇതോടെ കലാപങ്ങളുടെ നേതാവെന്ന മോദിയുടെ പ്രതിച്ഛായ മാറി വികാസ് പുരുഷ് എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടു. മാധ്യമങ്ങളെ കഴിയുന്നത്ര ദൂരത്തിൽ അകറ്റി നിർത്തുകയും
ഒരിക്കൽ പോലും പ്രസ് കോൺഫറൻസ് നടത്തുകയും ചെയ്തിട്ടില്ലാത്ത മോദി പക്ഷേ ജനങ്ങളുമായി സംവദിക്കാൻ തന്റേതായ മാർഗ്ഗങ്ങൾ അവലംബിച്ചിരുന്നു. മൻ കി ബാത്ത് പോലെയുള്ള റേഡിയോ പ്രഭാഷണ പരിപാടികളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളിലൂടെയും അദ്ദേഹം ജനങ്ങളുമായി സമ്പർക്കം സുശക്തമായി നിലനിർത്തി. എക്സിൽ 10 കോടിയിലധികം ഫോളോവേഴ്സുള്ള മോദി സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും അധികം പിന്തുടരപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. ഒരർത്ഥത്തിൽ സർക്കാരിന്റെ അജണ്ടകൾ നിർണ്ണയിക്കുന്നതിനായി സാമൂഹിക മാധ്യമങ്ങളെ ഒരു ആയുധമെന്ന പോലെ ഉപയോഗിക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങളെ തീർത്തും അവഗണിക്കുകയുമായിരുന്നു നരേന്ദ്രമോദി. പൊതുസമ്മേളനങ്ങളിലും റാലികളിലും തന്റെ 3D ഹോളോഗ്രാം ചിത്രങ്ങളും കട്ടൗട്ടുകളും ഉപയോഗിച്ച് ഒരു ലാർജർ ദാൻ ലൈഫ് പരിവേഷം സൃഷ്ടിക്കുന്നതിനും മോദിത്വ എന്ന പേരിൽ തന്റെ വ്യക്തിപ്രഭാവത്തെയും ഹിന്ദുത്വ എന്ന ആശയത്തെയും സംയോജിപ്പിച്ചുള്ളൊരു കോസ്മോപൊളിറ്റൻ ഇമേജ് സൃഷ്ടിക്കുന്നതിനുമെല്ലാം അസാമാന്യമായ പാഠവും കാഴ്ചവെച്ചയാളാണ് മോദി. ഗുജറാത്തിലെ തങ്ങളുടെ പദ്ധതികളെ പുരോഗതിയുടെ പ്രതീകങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് അംബാനിയെയും അദാനിയെയും പോലെയുള്ള വ്യവസായികളുമായി ചങ്ങാത്തം വളർത്തിയെടുക്കുന്നതിനും ഇതിലൂടെ വികാസ് പുരുഷൻ എന്ന നിലയിലുള്ള തന്റെ ദേശീയ ബ്രാൻഡിങ്ങിനെ ശക്തിപ്പെടുത്തുന്നതിനും മോദിക്ക് സാധിച്ചു. 2014 പൊതു തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ BJPക്ക് അന്നത്തെ UPA സർക്കാരിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തനായൊരു നേതാവിനെ ആവശ്യമായിരുന്നു. ഗുജറാത്ത് മോഡൽ വികസനത്തിന് നേതൃത്വം നൽകിയ ശക്തമായ നേതൃത്വവും വ്യക്തിപ്രഭാവവും കൈമുതലായി ഉണ്ടായിരുന്ന മോദിയെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ RSSന്റെ പിന്തുണയാണ് മോദിയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ RSS അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തരായിരുന്നു. 2013 ഗോവ സമ്മേളനത്തിൽ മോദിയെ പ്രചാരണ സമിതി അധ്യക്ഷനാക്കാനുള്ള BJPയുടെ തീരുമാനത്തിന് പിന്നിൽ RSSന്റെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. ഗോവ സമ്മേളനം നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചത്. 2013 ജൂൺ 7 മുതൽ 9 വരെ ഗോവയിൽ നടന്ന BJPയുടെ ദേശീയ നിർവാഹക സമിതി യോഗമായിരുന്നു അത്. ഈ യോഗത്തിൽ വെച്ച് നടന്ന പ്രധാന തീരുമാനങ്ങളും ചർച്ചകളും അദ്ദേഹത്തിന്റെ സ്ഥാനമുറപ്പിക്കുന്നതിൽ നിർണായകമായി. ഗോവ സമ്മേളനത്തിലാണ് നരേന്ദ്രമോദിയെ BJPയുടെ 2014 തിരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായി നിയമിച്ചത്. ഇത് അദ്ദേഹത്തെ ഫലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തുന്നതിനുള്ള ആദ്യപടിയായിരുന്നു. എന്നാൽ BJPക്കുള്ളിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും ഈ തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കാൻ എളുപ്പമായിരുന്നില്ല. മുതിർന്ന നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി ഉൾപ്പെടെയുള്ളവർ ഈ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. എന്നാൽ RSSന്റെ ശക്തമായ പിന്തുണയും പാർട്ടിയിലെ യുവജന വിഭാഗത്തിന്റെ സമ്മർദ്ദവും മോദിയുടെ പക്ഷത്തായിരുന്നു. മോദിയെ പ്രചാരണ സമിതി അധ്യക്ഷനാക്കിയതിൽ പ്രതിഷേധിച്ച് LK അദ്വാനി BJPയിലെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കാനൊരുങ്ങി. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. എന്നാൽ RSS നേതാക്കളുടെയും മറ്റു മുതിർന്ന നേതാക്കളുടെയും ഇടപെടലിലൂടെ അദ്വാനിയെ അനുനയിപ്പിക്കാൻ ശ്രമം നടന്നു. ഈ സംഭവം മോദിയുടെ സ്ഥാനമുറപ്പിക്കുന്നതിന് കൂടുതൽ ജനശ്രദ്ധ നൽകി. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം ഏകകണ്ഠമായിരുന്നില്ലെങ്കിലും പാർട്ടിയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം വ്യക്തമായി. ഗോവ സമ്മേളനം മോദിയുടെ നേതൃത്വത്തെ പാർട്ടി ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനുള്ള വേദിയായി മാറി. ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നേടിയ വിജയങ്ങളും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മോദിയുടെ ശക്തമായ നേതൃത്വം അനിവാര്യമാണെന്ന് ഭൂരിഭാഗം നേതാക്കളും വിലയിരുത്തി. ഈ സമ്മേളനം 2014 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമിട്ടു. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാനുള്ള പാർട്ടിയുടെ ദൃഢനിശ്ചയം ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. പൂർണ്ണമായും വികസനമെന്ന ആശയത്തിലൂന്നിയായിരുന്നു 2014 മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. ഗുജറാത്ത് മോഡൽ ദേശീയ പുരോഗതിയുടെ ഒരു മാതൃകയായി അവതരിപ്പിക്കപ്പെട്ടു. സദ്ഭരണം അഥവാ ഗുഡ് ഗവേണൻസ് എന്ന ആശയത്തിന് പ്രോത്സാഹനം നൽകി. അഴിമതിയും സാമ്പത്തിക സ്തംഭനവും പോലുള്ള പ്രശ്നങ്ങളിൽ മടുത്ത യുവതലമുറയെയും ഇന്ത്യക്കാരെയും ഈ സന്ദേശം ആകർഷിച്ചു. സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എന്ന മുദ്രാവാക്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കുള്ളൊരു പൊതു ആഹ്വാനമായി മാറി. 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ വികസിത് ഭാരതാക്കി മാറ്റുമെന്നുള്ള മോദിയുടെ പ്രഖ്യാപനത്തിനും വളരെയധികം ജനസ്വീകാര്യത ലഭിച്ചു. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആഞ്ഞടിച്ച മോദി തരംഗത്തിലേറി ഭൂരിപക്ഷ സംഖ്യയായ 272 സീറ്റുകളും മറികടന്ന് 282 സീറ്റുകളാണ് BJP 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നേടിയത്. NDA സഖ്യത്തിന് ലഭിച്ചത് 336 സീറ്റുകൾ. 2014 മെയ് 16 ഫലപ്രഖ്യാപനം. രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു സുപ്രധാന നികുതി പരിഷ്കരണമായിരുന്നു ചരക്ക് സേവന നികുതി. ഇത് ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യം നടപ്പാക്കി നികുതി സമ്പ്രദായത്തെ ലളിതമാക്കി. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി UPA പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വ്യാപകമാക്കി. ഇത് ഇന്ത്യയെ ലോകത്തിലെ മുൻനിര ഡിജിറ്റൽ പണമിടപാട് രാജ്യമാക്കി മാറ്റി. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ബാങ്ക് അക്കൗണ്ടുകൾ നൽകുന്ന ജൻധൻ യോജന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമാക്കി. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ദേശീയപാതകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ വികസനത്തിൽ അദ്ദേഹം വലിയ ശ്രദ്ധ ചെലുത്തി. വന്ദേ ഭാരത് പോലെയുള്ള ഹൈസ്പീഡ് ട്രെയിനുകൾ ഇതിനുദാഹരണമാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി പാചകവാതക കണക്ഷൻ നൽകുന്ന ഉജ്ജ്വല യോജന, തുറന്ന സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഇല്ലാതാക്കുന്നതിനും രാജ്യത്തിന്റെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സ്വച്ഛ് ഭാരത് അഭിയാൻ, രാജ്യത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ ദരിദ്ര കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം, ഗ്രാമീണ നഗരപ്രദേശങ്ങളിലെ ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുക ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന, സൈന്യത്തിന്റെ ആധുനികവൽക്കരണം,
പോർമുഖങ്ങളിൽ ഇന്ത്യയുടെ പോരാട്ട വീര്യത്തിന് ഉദാഹരണമായി മാറിയ പാകിസ്ഥാനെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്ക്, ബാലാക്കോട്ട് വ്യോമാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ ഇന്ത്യയുടെ പ്രതിരോധശേഷി ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ആത്മനിർഭർ ഭാരത് പ്രതിരോധ മേഖലയിൽ ഇറക്കുമതി കുറച്ച് തദ്ദേശീയമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൽ മോദി സർക്കാർ വലിയ ശ്രദ്ധ ചെലുത്തി. അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയിലും മറ്റ് ആഗോള വേദികളിലും ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ ശക്തമാക്കി. യോഗയെ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ സഹായിച്ചു. ഇതിനെല്ലാം പുറമെ ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് മോദി സർക്കാരിന്റെ ഒരു പ്രധാന രാഷ്ട്രീയ തീരുമാനമായിരുന്നു. BJPയുടെ ദീർഘകാല തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർത്തീകരണം എന്നിവയും മോദിയുടെ സദ്ഭരണത്തിന്റെ ഉദാഹരണങ്ങളായി എടുത്തുകാട്ടുന്നുണ്ട്. ഈ നേട്ടങ്ങൾക്കെല്ലാം പുറമെ നോട്ട് നിരോധനം, പൗരത്വ നിയമം, വിവാദ കാർഷിക നിയമങ്ങൾ പോലുള്ള ചില തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നതിൽ തർക്കമില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ദേശീയതയിലും വികസന മുദ്രാവാക്യങ്ങളിലും ഊന്നി ഒരു വലിയ ജനവിധി നേടി. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളും പ്രതിപക്ഷത്തിന് ദുർബലമായ കൂട്ടായ്മയും സർക്കാരിന്റെ ശക്തമായ പ്രതിരോധ നയങ്ങളും ഈ വിജയത്തിന് പ്രധാന കാരണങ്ങളായി. പ്രത്യേകിച്ച് പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ നടത്തിയ ബാലക്കോട്ട് വ്യോമാക്രമണം ദേശീയ വികാരങ്ങൾ ആളിക്കത്തിക്കുകയും മോദിയുടെ വ്യക്തിപരമായ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് BJPക്ക് 303 സീറ്റുകൾ നേടി 2019 പൊതുതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സഹായിച്ചു. 2019-2024 കാലഘട്ടത്തിലെ രണ്ടാം മോദി ഭരണത്തിന് കീഴിൽ നിരവധി നിർണായകമായ തീരുമാനങ്ങളും പരിഷ്കാരങ്ങളും നടപ്പാക്കി. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്, പുതിയ കാർഷിക നിയമങ്ങൾ നടപ്പാക്കിയത് എന്നിവ ഈ കാലയളവിലെ പ്രധാന രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു. ഈ തീരുമാനങ്ങൾ രാജ്യത്ത് വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, COVID-19 മഹാമാരിയെ നേരിടാനുള്ള സർക്കാർ ഇടപെടലുകൾ, G20 ഉച്ചകോടി ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ രണ്ടാം ഊഴത്തിലെ ശ്രദ്ധേയമായ മറ്റു കാര്യങ്ങളാണ്. 2024 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താൻ BJPക്ക് സാധിച്ചെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ സഖ്യം എന്ന പ്രതിപക്ഷ കൂട്ടായ്മ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. NDA സഖ്യം 293 സീറ്റുകൾ നേടി. സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചെങ്കിലും BJP 240 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ഇതിനെ തുടർന്ന് തെലുങ്കുദേശം പാർട്ടി, ജനതാദൾ യുണൈറ്റഡ് എന്നിവയുൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ പിന്തുണയോടെ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഭാരത് के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ഇത്തരത്തിൽ കഴിഞ്ഞ 6 ദശാബ്ദത്തിനിടെ തുടർച്ചയായി മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രം കുറിച്ചു.